നമസ്കാരം. തട്ടിപ്പുകൾ പല തട്ടിപ്പുകളും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത്തരത്തിലൊരു തട്ടിപ്പ്, ഒരു മാന്യതയുള്ള തട്ടിപ്പ് ഒന്ന് കണ്ടാലും. കഴിഞ്ഞ ദിവസം ആഹ്, ഒരു ഫർണിച്ചർ കടയിൽ തിരുവല്ലയിൽ ഫർണിച്ചർ കടയിൽ നിന്ന് 2 ഫർണിച്ചർ കടയിൽ നിന്ന്, അതുപോലെ വേറൊരു മൊബൈൽ ഷോപ്പിൽ നിന്നൊക്കെ പല മൊബൈൽ 2, 2.5 ലക്ഷം രൂപയുടെ മൊബൈലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞുള്ള തട്ടിപ്പ്. അതായത് ഗ്രാമവികസന വകുപ്പിന്റെ വണ്ടിയിൽ വന്നിറങ്ങും. നല്ല വെൽ ഡ്രസ്ഡ് ആണ്. അതുപോലെ പിന്നെ ടാഗ് വരെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റിന്റെ ടാഗ്, ID കാർഡ് എല്ലാം ഉണ്ട്. മാന്യനാണ്. അദ്ദേഹം ചെക്ക് കൊടുക്കും ഒരു ഉറപ്പിന്. വീട്ടിൽ സാധനം എത്തിച്ചു കൊടുക്കുകയും വേണം. അത്തരത്തിൽ നടന്ന ഒരു മാന്യന്റെ തട്ടിപ്പാണിന്ന്. കടകളിൽ നിന്ന് ലക്ഷങ്ങൾ വിലയുള്ള ഉൽപ്പന്നങ്ങൾ തട്ടിയെടുത്ത കോട്ടയം സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു. പനച്ചിക്കാട് സ്വദേശി മനുവിനെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് തിരുവല്ല പോലീസ് തിരിച്ചറിഞ്ഞത്. ഏതായാലും പോലീസ് തിരിച്ചറിഞ്ഞു. പോലീസ് 100% പൊക്കും. ഇവരൊക്കെ ഈ മണ്ടത്തരം എന്തിനാ ഈ ഇന്നത്തെ ഈ കാലത്ത് ഡിജിറ്റൽ തെളിവുകൾ, CC ക്യാമുകൾ, അതുപോലെ ഇവൻ ഈ ഒരു ചെക്ക് കൊടുത്ത് ഈ ഫർണിച്ചർ കൊണ്ട് ഈ വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ അത് ചിലപ്പം അതുപോലുള്ള വീട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവിടെ താമസമില്ലാത്ത വീടൊക്കെ ആയിരിക്കും. അവിടുന്ന് ഫർണിച്ചർ മാറ്റി വിൽപ്പനയ്ക്ക് വല്ലതും കൊണ്ടുപോയി കാണും. അപ്പൊ അതൊക്കെ നമ്മൾ ഈ പോലീസ് ഇദ്ദേഹത്തിന് പിടിച്ചു കഴിയുമ്പോൾ പനച്ചിക്കാട് മധു, അതാണ് നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ മാന്യതയിൽ വന്നുള്ള തട്ടിപ്പ് നടത്തുന്നതാണ്. ഈ മോഹം എല്ലാരും ഒന്ന് ഓർത്തു വെച്ചോണം. ഇതാണ് മനു, പനച്ചിക്കാട്, കോട്ടയം ജില്ലയിലെ പനച്ചിക്കാടുള്ള മനുവാണ്. നമ്മുടെ നാട്ടില് എങ്ങോട്ട് തിരിഞ്ഞാലും തട്ടിപ്പും കൊലപാതകങ്ങളും മറ്റും മറിച്ചുമായിട്ട്, പക്ഷെ പല മുഖങ്ങളാണ്. നമ്മൾ വേറൊരു വീഡിയോ ചെയ്തേക്കുന്ന ഡിജിറ്റൽ തട്ടിപ്പ്, അതായത് വാട്സപ്പിലൂടെയുള്ള തട്ടിപ്പുകൾ കൂടുന്നു. നമുക്കറിയാം, നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അമൃത സുരേഷിന്റെ കഴിഞ്ഞ ദിവസം 45,000 രൂപയാണ് അവരുടെ ഒരു സിസ്റ്റർ ആയിട്ടുള്ള ബിന്ദു എന്ന് പറയുന്ന ആ ചേച്ചി വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടാണ് 45,000 രൂപ കൊടുക്കണം, 1 മണിക്കൂറും തരാമെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ പൈസ പോയി. അപ്പൊ നിരവധി തട്ടിപ്പുകളുള്ള കേരളത്തില് പുതിയ തട്ടിപ്പിന്റെ മുഖങ്ങൾ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ചെറിയ ആശ്ചര്യവും അതിൽ ഏറെ ഉത്കണ്ഠയും തോന്നാറുണ്ട്. ഇതാണ് ആ മാന്യൻ. അപ്പം ഇവിടുന്ന് ആ കടയിൽ നിന്ന് ഏതാണ്ട് 2.5 ലക്ഷം രൂപയുടെ മൊബൈലൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട്. എവിടെ ചെന്നാലും പുള്ളി ID കാർഡ് കാണിക്കും, ചെക്ക് കൊടുക്കും. ക്യാഷ് ഇല്ല, നിങ്ങൾ നാളെ മാറിക്കോ എന്നുള്ള രീതിയിൽ ചെക്ക് കൊടുക്കും. അല്ലെങ്കിൽ 2 ദിവസത്തെ ഡേറ്റിട്ടായിരിക്കും ചെക്ക് കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന് മുങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും ഇത് പ്രസന്റ് ചെയ്യുന്ന ഇവര്. ബാങ്കിൽ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ സ്വാഹ. ഗ്രാമവികസന കേന്ദ്രം എന്ന ബോർഡ് വെച്ച വാഹനത്തിലെത്തിയായിരുന്നു പ്രതിയുടെ തട്ടിപ്പ്. സർക്കാർ ജീവനക്കാരന് ഇതാണ് സർക്കാർ ജീവൻ. ഈ ഫേസ് എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോണം. ഇപ്പം സ്ഥാപനങ്ങളിൽ ചെന്നെങ്കിൽ നാളെ വീടുകളിലായിരിക്കും ഇത്. ഇപ്പം നമുക്കറിയാം, ചാരിറ്റിയുടെ പേരിൽ ഒത്തിരി പേര് പല തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. ചാരിറ്റിയുടെ പേരും പറഞ്ഞ് വീടുകളിൽ വരിക. ഇപ്പൊ ചിലരൊക്കെ വിചാരിക്കും ചാരിറ്റി അല്ലേ, 1000, 2000, 5000 ഒക്കെ കൊടുക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള തട്ടിപ്പുകളുണ്ട്. തട്ടിപ്പിന്റെ മുഖങ്ങൾ നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല എന്ന് തോന്നിപ്പിക്കുന്നതിനായി തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ പ്രതി കടക്കാരെ കാണിച്ചു. 2 ഫർണിച്ചർ കടകളിലാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ മാസം 14-നായിരുന്നു സംഭവം. 2 കടകളിലെത്തി ചെക്കും എഗ്രിമെന്റ് പേപ്പറും ഉൾപ്പെടെയുള്ള രേഖകൾ നൽകി ഫർണിച്ചറുകൾ ഓർഡർ ചെയ്തു. സാധനങ്ങൾ താൻ നൽകുന്ന മേൽവിലാസത്തിൽ എത്തിച്ചു നൽകണമെന്നും മനു ആവശ്യപ്പെട്ടു. നിർദ്ദേശിച്ച പ്രകാരം വ്യാപാരികൾ ഏതായാലും ശരി, അവിടെ ഓർഡർ കൊടുത്ത് എഗ്രിമെന്റ് എല്ലാം സൈൻ ചെയ്ത് ID പ്രൂഫ് ഉണ്ട്. ഗവൺമെന്റ് എംപ്ലോയി ആകുമ്പോൾ പേടിക്കണ്ടല്ലോ. ആ ഒരു ധൈര്യത്തിലാണ് ഈ വ്യാപാരികൾ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ വേറൊരു കാര്യമുണ്ട്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു സ്ഥാപനത്തിലും പോയി മാന്യമായിട്ട് ഇനി ഒരു സാധനം വാങ്ങിക്കാൻ പറ്റില്ല. കാര്യം ഇതുപോലുള്ള തട്ടിപ്പ് കാണുന്നാൽ വ്യാജൻ ആരാന്നും മനസ്സിലാകത്തില്ല കടക്കാർക്ക് പോലും. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മാന്യത ഉള്ളവർക്കും സമൂഹത്തില് ഇടപെടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില നീരസങ്ങൾ ഇനി സ്ഥാപനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരും. കാര്യം ഇതുപോലുള്ള തട്ടിപ്പുകൾ ആ കാര്യങ്ങളിലേക്കാണ് വ്യാപാരികളെ ഇനി കൊണ്ടുപോകുന്നത്. സാധനങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്തു.
തൊട്ടടുത്ത ദിവസം ബാങ്കിൽ ചെക്ക് മാറാൻ എത്തിയപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം വ്യാപാരികൾ അറിഞ്ഞത്. തുടർന്ന് വ്യാപാരികൾ തിരുവല്ല പോലീസിൽ പരാതി നൽകി. ഏതായാലും തിരുവല്ല പോലീസ് ഈ മാനിനെ എവിടെ പോയാലും പൊക്കും എന്നുള്ളതിന് 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇത്രയും തെളിവുകളുണ്ട്. ഇതുപോലുള്ള തട്ടിപ്പുകൾ നാട്ടിൽ ഓരോ ദിവസവും കൂടുകയാണ്. പല രീതിയിലാണ് നമ്മളെ സമീപിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയാം, പ്രായം ചെന്ന പല വൃദ്ധ മാതാപിതാക്കളും അവര് താമസിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് മക്കളൊക്കെ എല്ലാം ഇന്ത്യക്ക് വെളിയിലൊക്കെ ആയിരിക്കും. അപ്പൊ ഈ വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ട് മക്കളുടെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ അവരയച്ചു ഇവരയച്ചു എന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ വന്നിട്ട് തട്ടിപ്പുകൾ നടത്തിയ പല കഥകൾ അറിയാം. ഇവർക്കൊക്കെ ഇപ്പം എന്തിന് ഈ വീടുകളിൽ വന്ന് ഇവരുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് ഇതുപോലുള്ള തട്ടിപ്പ് സംഘങ്ങൾ നാട്ടിൽ ഇന്ന്. കള്ളന്മാരിഷ്ടം പോലുണ്ട്. എല്ലാ കള്ളന്മാരും ഇപ്പം വെളിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിരവധി കേസുകൾ, മോഷണ കേസുകൾ ഇന്ന് പെരുകി വരുന്നൊരു കാലം കൂടിയാണ്. നമുക്ക് മറ്റ് പ്രകൃതി ദുരന്തങ്ങളും മറ്റ് പ്രയാസങ്ങളും ഒക്കെ നേരിടുന്നതോടൊപ്പം ഇതുപോലുള്ള പ്രയാസങ്ങൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.